അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹി ഇൻ്റർനാഷണൽ ടെർമിനൽ 1-ലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ കയറി നേരെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ടെർമിനൽ 1-ലാണ് ആക്ച്വലി വന്നിറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പം IGI ടെർമിനൽ 1-ലെ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ നേരെ കാശ്മീരി ഗേറ്റിലേക്ക് പോകാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക, ആക്ച്വൽ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ 10ാമത്തെ ഹിമാലയൻ ട്രക്ക് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം ജൂൺ മാസമാണ്. സോ മൺസൂൺ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹംത പാസ് എന്ന് പറയുന്നൊരു ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കറൻ്റ് ഡൽഹിയിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് മെട്രോ കയറിയിട്ട് കാശ്മീരി ഗേറ്റിലേക്ക് പോകും. കാശ്മീരി ഗേറ്റിൽ നിന്ന് വൈകുന്നേരം 6:30 മണിക്കാണ് എനിക്ക് മണാലിയിലേക്കുള്ള ബസ്. മണാലിയിൽ നിന്നാണ് നമ്മുടെ ഹംത പാസ് ട്രക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മണാലി ടു മണാലി പാക്കേജാണ് ഞാൻ ആക്ച്വലി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബസ് കയറി നേരെ മണാലിയിലേക്ക് പോകണം. അപ്പോൾ ഈ ടെർമിനൽ 1-ൻ്റെ ഇത് മെട്രോ സ്റ്റേഷനാണ് ആക്ച്വലി. ഓക്കെ, മെട്രോ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ എനിക്ക് കാശ്മീരി ഗേറ്റിലേക്ക് പോകണം. ട്രക്കിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകെ ഞാൻ പറയാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ നേരെ പോയി ടിക്കറ്റ് എടുക്കട്ടെ, എന്നിട്ട് നേരെ കാശ്മീരി ഗേറ്റ്. അപ്പോൾ നമ്മൾ IGI ടെർമിനൽ 1-ൽ നിന്ന് ഇതേ മെട്രോ കയറിയിട്ട് ഖാസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി യെല്ലോ ലൈനിലേക്കുള്ള കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ യെല്ലോ ലൈനിൽ കയറിയിട്ടാണ് എനിക്ക് ഇനിയിപ്പം കാശ്മീരി ഗേറ്റിലേക്ക് പോകുന്നത്. കാശ്മീരി ഗേറ്റിൽ ISBT ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ആക്ച്വലി മണാലിയിലേക്കുള്ള ബസ്. അപ്പോൾ ഞാൻ നേരെ ISBT ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ യെല്ലോ ലൈനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സമയപ്പൂർ വാതിലിലോട്ട് പോകേണ്ട സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കാശ്മീരി ഗേറ്റിൽ ഇറങ്ങാൻ പറ്റുന്നത്. ഈ സൈഡിൽ ഗുർഗാവൺ ആ സൈഡിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെട്രോ വരട്ടെ, കയറട്ടെ. അപ്പോൾ ഞാനങ്ങനെ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ബർഗർ മോങ്കി കയറിയിട്ട് ബർഗർ മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. 2 ചിക്കൻ ബർഗർ, 2 ക്ലാസിക് ചിക്കൻ ബർഗർ 180 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ബർഗർ മാത്രം മേടിച്ചിട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ്സിൻ്റെ കൗണ്ടറിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു 28 കൗണ്ടറിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ബർഗറും മേടിച്ച് കഴിച്ചിട്ട് പുറത്തോട്ട് പോകാം. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. 39-40 ഡിഗ്രി ഉണ്ട്. നാട്ടിലാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ, ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിലെത്തി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സിംഗ് ബസ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വൈസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ സിംഗ് ബസ് കൗണ്ടറിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ ബസ് 6:30 മണിക്കാണ് കേട്ടോ മണാലിയിലേക്ക്. അപ്പോൾ കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളത് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ ഗവൺമെൻറ് സർവീസിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആ കൂടി ആക്റ്റീവായിട്ടുള്ളത് സിംഗ് ബസ്സിൻ്റെ കൗണ്ടർ മാത്രമാണ് കേട്ടോ. ഞാൻ എന്തായാലും ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ആൾ വന്ന് വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. സർവീസൊക്കെ കൊള്ളാം. നമ്മൾ ബസ് കൗണ്ടറിൻ്റെ അടുത്തോട്ടൊന്നും പോകണ്ട. ബസ്സിൻ്റെ ആൾ തന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ സംഭവം ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തിട്ട് നമ്മളെ വിളിച്ചിട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോവുകയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ള് പ്രൈവറ്റ് ബസ്സുകളാണ്. മണാലി, ചണ്ഡീഗഡ് അങ്ങനെയൊക്കെ പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ആ സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും കയറട്ടെ. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഉണ്ടെന്ന് തോന്നുന്നത് സിംഗ് ബസ്. കണ്ടില്ലേ, ഇതാണ് സംഭവം. എന്തായാലും കയറട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മണാലി ബസ്. മണാലിക്ക് പോകുന്ന ബസ്സാണ് കിടക്കുന്നത്. അതിനകത്ത് ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലഗേജൊക്കെ അകത്ത് വെച്ചിട്ട് ബസ്സിനകത്ത് കയറാൻ പോകും കേട്ടോ. ബസ് ഉടനെ എടുക്കും. കയറട്ടെ. അപ്പോൾ ബസ് കറക്റ്റ് സമയത്തിന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമയം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കുരുക്ഷേത്രയുടെയൊക്കെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ബസ് നിർത്തി തന്നിട്ടുണ്ട് ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബസ് കിടക്കുന്നത് രാംദയാലിൻ്റെ ആണ് ആക്ച്വലി. ഈ ഒരു ബസ് വോൾവോ 9600 ആണ്. പക്ഷെ മൾട്ടി ആക്സിലല്ല, സിംഗിൾ ആക്സിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സിംഗ് ബസ് പ്ലസിൻ്റെ ബസ് നമുക്ക് കിട്ടിയത്. ഏകദേശം എനിക്കൊരു 1700 ആ ഒരു റേഞ്ചിനാണ് ആക്ച്വലി എനിക്ക് ഡൽഹി ടു മണാലി കിട്ടിയത് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ മണാലിക്ക് വിടും. അപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് നമ്മളിത് മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സാണ് വന്ന് കിടക്കുന്ന സാധനം. സിംഗ് ബസ്സിൻ്റെ രാംദയാൽ പ്ലസ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ, സിംഗ് ബസ് പ്ലസ്. രാവിലെ 6-6:30 മണിയാവുന്നേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് നമുക്ക് മണാലിയിൽ എത്തിയിട്ടുണ്ട്.
മോശമൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ. മഴയോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. വെയിലൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. നല്ല വെയിൽ എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് മണാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇതേ കണ്ട. ഇവിടെ നമുക്ക് ഫ്രഷ് അപ്പ് ആകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ബസ്സുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ സെൻട്രലിലോട്ട് പോയിട്ട് അവിടുന്ന് പതുക്കെ ഫ്രഷ് ആവാനുള്ള ഓപ്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള മണാലി മാൾ റോഡിൽ ഞാൻ അങ്ങനെ രാവിലെ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ട്രെക്കിങ്ങിന് വന്നിട്ടുള്ള കുറേയധികം ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രക്കിംഗ് കമ്പനിയുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാനതൊരു അങ്ങനെ മാൾ റോഡിലിരുന്നിട്ട് ഇടയ്ക്ക് എപ്പോഴും ഒരു ഫ്രഷ് അപ്പൊക്കെ ആവാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മാൾ റോഡിൽ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ. അപ്പോൾ നമ്മൾ മണാലി കഴിഞ്ഞ് താഴെ വന്ന് മാൾ റോഡിൻ്റെ ഇവിടുന്ന് ഇനിയിപ്പോൾ നടന്ന് പതുക്കെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട. അപ്പോൾ ഇത് പോകാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഒരു കടയുടെ സൈഡിൽ കയറിയിരിക്കുകയാണ്. മണാലിയിൽ നല്ല മഴയുണ്ട് കേട്ടോ. ഒടുക്കത്തെ മഴ. അതേ കണ്ട. ഇനിയിപ്പോൾ മഴയൊക്കെ തോന്നട്ടെ പോകാൻ പറ്റത്തുള്ളതാണ് തോന്നുന്നത്. ഒരു കടയുടെ സൈഡിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൻഡ് അപ്പോൾ നമ്മളങ്ങനെ സെർച്ചിങ് സോൾസിൻ്റെ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് റെൻ്റൽ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. ഇവിടെ വരെ നമ്മൾ വണ്ടിക്കകത്താണ് വന്നത്. എന്നിട്ട് അവിടെ എക്സ്ട്രാ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, ആപ്പിൾ മരമാണ് കേട്ടോ. ആപ്പിൾ മരത്തിൽ ചെറിയ ആപ്പിളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു 2-3-4 മാസം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പം വന്നു കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കാം കേട്ടോ. മഴയുണ്ട്, ചെറുതായിട്ട് അങ്ങനെ ചാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ നിന്നാണ് നമുക്ക് ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലം. ആൾക്കാരൊക്കെ അതൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യോ അപ്പോൾ ഇത് നമ്മൾ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ നിന്നാണ് ഹംസ പാസിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഈ ഒരു എന്താ പറയുക, കാട്ടിനകത്തോട് കയറിയിട്ടാണ്. അപ്പോൾ വരുന്നതിൻ്റെ അവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു ഡാബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരെ വണ്ടി നമ്മൾ വരും. മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോഞ്ചോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ നമുക്ക് ആദ്യത്തെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം മണാലിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ടീമാണ് ഈ നിൽക്കുന്ന എല്ലാം കണ്ടില്ലേ, ബാക്ക് പാക്കൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ട. സെറ്റ്. അപ്പോൾ ഇത് ട്രക്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ജസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമാണ് ഇതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് ചാറു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് മണാലിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനിയിപ്പോൾ ഒരു 2 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ആദ്യത്തെ ക്യാമ്പ് സൈറ്റായിട്ടുള്ള ജോബ്രയിലെത്തുന്നത്. അപ്പോൾ അതൊരു ആക്ച്വലി നോർമൽ റൂട്ടാണ്. നമുക്ക് അസൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സിമ്പിളായിട്ട് അങ്ങനെ പതുക്കെ നടന്നങ്ങ് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ടീമാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നടക്കുന്നുണ്ട്. കയ്യിൽ റെയിൻ പോഞ്ചോയൊക്കെ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കും മഴ പെയ്തു, ഇപ്പോഴും കുറച്ച് മഴ പെയ്തു. പക്ഷേ എന്തായാലും ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് സ്റ്റോപ്പായിട്ടുണ്ട്. എന്തായാലും നന്നായി. അപ്പോൾ ദേ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നടന്നിട്ട് നമ്മളൊരു വാലിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദൂരെ ആക്ച്വലി നമുക്ക് ഇന്ത്യ ഹൈക്സിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് നമ്മുടെ അല്ല ആക്ച്വലി, അവിടെ ഒരു ടീമുണ്ട്. ഇത് ഇന്ത്യ ഹൈക്സിൻ്റെ ടെൻറ്റാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അതേ കണ്ടില്ലേ. ഇവിടത്തേക്ക് നോക്കിയാൽ ഒരു സൈഡ് ഫുള്ള് റോക്ക്, ആ ഒരു സൈഡിൽ കൂടെ ഒരു റിവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഹിമാലയൻ ഡോഗ്സ് ആസ് യൂഷ്വൽ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. അയ്യോ, എന്തായാലും മഴ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അതുപോലെ ലഗേജ് ഇത്തവണ ഞാൻ എടുത്തു. എക്സ്ട്രാ ലഗേജ് താഴെ വെച്ചിട്ട് ആണ്. ലഗേജിന് അത്യാവശ്യം റേറ്റ് കൂടുതലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തവണ ലഗേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹൈ 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 കണ്ടില്ല എൻ്റെ ബാക്കിൽ നടന്ന് നടന്നൊരു കിട്ടില്ല സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ മോളെ. വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ ഹംദ പാസ് ട്രക്ക്. നോക്കിക്കേ വേണ്ട, നമ്മളിനി നടന്നങ്ങ് മുകളിൽ കയറി പോകണം. അവിടെയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു റിവർ എങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം പോയി. ക്രോസ് ചെയ്യണ്ട, ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നാട്ടം എന്നിട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. പൊളി ക്ലൈമറ്റും വൈബും ഒക്കെ. ഇത് റിവർ കണ്ട. ഇതേനൊക്കെ ഒരു റിവർ ആക്ച്വലി നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് നാളെ. ഇന്നിപ്പോൾ ക്രോസിങ് ഇല്ല, ഈ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നെങ്ങനെ കയറി പോകുന്നത്. പക്ഷേ നാളെ നമുക്ക് ഇതേനൊക്കെ ഒരു റിവർ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ദേ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടന്നു വരുന്നതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ ഞാനും നമ്മുടെ ഇത് രണ്ടൊരു മലയാളികളാണ് കേട്ടോ. അതേ കണ്ടില്ലേ, പോളി പോളി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് ആയിട്ടുള്ള ചിക്കയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ നടന്നു ആക്ച്വലി. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കമ്പനികളുടെ എന്താ പറയുക ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ചെളി ചവിട്ടി ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഡാബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാറിൽ റൺ ചെയ്യുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം. ഇവിടെ നിങ്ങൾക്ക് മേടിച്ച് കുടിക്കുക എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രക്കിംഗ് കമ്പനിയുടെ സംഭവം വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു മലയുടെ ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ നടന്നു വന്നത്. സംഭവം ഇപ്പോൾ ആക്ച്വലി ഓൾമോസ്റ്റിലേക്ക് 7 മണിയായിട്ടുണ്ട്. 7 മണിയായിട്ട് നല്ല വെട്ടമുണ്ട് കേട്ടോ. അപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ ആൾക്കാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചിക്ക എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മൾ മണാലിയിൽ വന്നു. മണാലിയിൽ നിന്ന് നമ്മൾ ട്രക്കിങ്ങും ഡ്രൈവും ഒക്കെ ചെയ്ത് ചിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കയിൽ നിന്നും ബാലൂക്ക ഷേര എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രക്ക് വരുന്നത്. ഇന്നത്തെ ട്രക്ക് ഏകദേശം ഒരു 6-6.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ക്യാമ്പ് സൈറ്റിൽ രാവിലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാവിലെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. ദേ കണ്ടില്ലേ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു കാഴ്ചയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ക്ലൗഡിയും സണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 6.5 കിലോമീറ്റർ. നമ്മളിപ്പം കറൻറ്റ്ലി ഉള്ളത് ഒരു 11,000 അടി ഉയരത്തിലാണ്. അപ്പോൾ ഈ ഒരു 11,000 അടി ഉയരത്തിൽ നിന്നും 12,200 അടി ഉയരത്തിലേക്കാണ് നമ്മൾ ബേസിക്കലി പോകുന്നത്. ദേ ആ ഒരു സൈഡിൽ നല്ല കിട്ടിലെ വാട്ടർഫോൾസ് ഉണ്ട്. അടിപൊളി ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ ക്യാമ്പ് സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റിലുള്ള ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ദേ അവിടെ കുറേ ആൾക്കാർ റെഡി ആവുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ട്രക്ക് ചെയ്ത് ബാലൂക്ക കേരയിലേക്ക്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഇതേ നടന്നു പോകാനുള്ള വഴിയാണ് കേട്ടോ ആ കാണുന്നത്. ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ അടുത്തോടെ വലിയൊരു സ്ട്രീമും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ഇതേ കണ്ടില്ലേ. ഇവരൊക്കെ മലയാളീസാണ് കേട്ടോ. മലയാളി പിള്ളേർ 4 പേരുണ്ട്. അപ്പോൾ അതേ അങ്ങ് ദൂരെ നമ്മൾ നടന്നു വന്ന ക്യാമ്പ് സൈറ്റും കാര്യങ്ങളൊക്കെ കാണാട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ക്യാമ്പ് സൈറ്റിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മളിപ്പം ഇത്രയും ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ കണ്ടോ ഒരുപാട് ആടുകളൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ആൻഡ് ട്രക്കേഴ്സ് ഇതേ ആ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു റിവറിൻ്റെ സൈഡ് പിടിച്ചാണ് ഇനി നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടീമാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡാണ് ബ്രിഗുലേക്ക്. മണാലിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു 2 ഡേയ്സ് ട്രക്കാണ് ബ്രിഗുലേക്ക്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ പിറയിൽ നടന്നു വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ ആൾക്കാരിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീമിലെ കുറച്ച് ആൾക്കാരാണ് ഈ വരുന്നത്. ബാക്കി ആൾക്കാരൊക്കെ അങ്ങ് താഴെ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റ് അങ്ങ് ദൂരെ കാണാം. കണ്ട
ഇത് നമ്മുടെ ഗൈഡാണ് കേട്ടോ ഈ പുള്ളി. കണ്ട ഫുൾ മൗണ്ടെയ്ൻസ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യൂ ആണ് കേട്ടോ. വ്യൂ നോക്കിക്കേ. നമുക്കിത് അങ്ങടെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ നടന്ന് പോകേണ്ടത്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സെറ്റ് സെറ്റ് സെറ്റ്. കിടിലനൊരു വാട്ടർഫോൾസ് ഇതേ നോക്കിക്കേ. അടുത്തോട്ട് കാണിച്ച വെള്ളം പോകുന്ന പോക്ക് കണ്ട മോനെ. ഗ്രീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഗ്രീനി. നമുക്ക് ചെറിയൊരു കയറ്റം കയറി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമുക്ക് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ട്രക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നെന്തായാലും വെയിലുണ്ട്. ഇപ്പം വെയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നാളെ ഒന്നും ഇനിയിപ്പം മഴ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഹംദ പാസിലോട്ടുള്ള ട്രക്കിങ്ങിലാണ് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ട വിഷയം സീന്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ടുള്ള യാത്ര ഇങ്ങനെ തുറന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ചെറിയ മഞ്ഞ് മൂടിയ മൗണ്ടൻസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നടന്ന് കടന്ന് പോകണം. സൈഡിൽ കൂടെ വെറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ട്, എന്നാലും വെയിലും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പം നടന്നു പോകുന്ന വഴി എങ്ങനെയുള്ളതാണ് കേട്ടോ. അത്യാവശ്യം റോക്കിയാണ് ഈ ഒരു ഏരിയ ഫുള്ള്. ബോൾഡേഴ്സ് എന്ന് പറയും. ബോൾഡേഴ്സ് അല്ല ആക്ച്വലി, ബട്ട് സ്റ്റിൽ കൈൻഡ് ഓഫ്. അപ്പം ഈ ഒരു വെയിലൂടെയാണ് നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നൗ അതായത് ഹംദ പാസിൻ്റെ ഒരു കിട്ടില്ല ഐറ്റമാണത് ഇവിടെ വന്നിട്ടുള്ളത്, റിവർ ക്രോസിങ്. അപ്പോൾ ഇത് കണക്ക് 1-2 റിവറുകൾ നമുക്ക് ആക്ച്വലി ക്രോസ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഷൂ ഒക്കെ അഴിച്ചു വെച്ച് കൈയും കാലും ഒക്കെ നനച്ചിട്ടാണ് ഇതുവഴി പോകുന്നത്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട്. ഒരു ടീം ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ വന്നിട്ട് വേണം ഇത് ക്രോസ് ചെയ്യാൻ. ആ മോനെ കിടിലം. അപ്പോൾ അതേ ആൾക്കാർ റിവർ ക്രോസ് ചെയ്ത് വരുന്ന കണ്ടോ. ഇതാണ് ഹംദ പാസിലെ റിവർ ക്രോസിങ്. അതാണ് മുട്ടൊപ്പത്തെ നമുക്ക് വെള്ളം ഉണ്ടാവും. നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ മരവിച്ച് പോകുന്നതൊക്കെ തണുപ്പാണ്. അപ്പം ഞാനത്തെ കണ്ടില്ലേ, ഷൂ ഒക്കെ ഊരിയിട്ടിട്ടാണ് ഇതുവഴി നടന്നു വന്നത്. ഷൂ ഒക്കെ ഊരി തട്ടിമ്പുറത്ത് കയറ്റിയിട്ട് വേണം നടന്നു വരാൻ കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് ഇനി വന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കാലം നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി തണുപ്പാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഫുള്ള് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ ആൾക്കാർ ക്രോസ് ചെയ്ത് വരുന്ന കാണുമ്പോഴേക്ക് അറിയാം അത് എത്രത്തോളം ഇതുണ്ടെന്ന്. ചില സമയത്ത് ഇതിനകത്ത് വെള്ളം കൂടും. അപ്പോൾ ഗൈഡൊക്കെ അങ്ങനെ നിന്നിട്ടാണ് നമ്മളെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ കണ്ട ആൾക്കാർ റിവർ ക്രോസ് ചെയ്ത് വരുന്നുണ്ടാ. സമയം ഏകദേശം 1 മണിയാവുന്നു. നമ്മൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു ചെറിയ ധാബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മഞ്ഞ നിറത്തിലുള്ള ഫ്ലവർ ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതേ കണ്ട. അപ്പോൾ അവിടുന്ന് നമുക്കിനിയിപ്പോൾ ഈ ഒരു സൈഡിലോട്ടാണ് പോകേണ്ടത്. ദേ കണ്ടില്ലേ, ഇത് നിങ്ങളുടെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും ഹംദ പാസ്, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ജസ്റ്റ് അങ്ങോട്ട് കയറിയിട്ട് അങ്ങനെ വളഞ്ഞ് കയറി പോകണം കേട്ടോ. അതാണ് നമ്മുടെ വഴി. ആൻഡ് ദിസ് സൈഡ് സി സെറ്റ് 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 കണ്ട. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു തുടങ്ങിയിട്ടുണ്ട്. ദേ അങ്ങ് മുകളിൽ ആൾക്കാർ കയറി പോകുന്നുണ്ടോ. അങ്ങോട്ടേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. അവിടെ കുറച്ച് ഗ്ലേഷ്യറും മുകളിൽ കുറച്ച് സ്നോയൊക്കെ ഉള്ള മൗണ്ടെയ്ൻസൊക്കെ കാണാം കേട്ടോ. ദേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്നോയൊക്കെ കിടക്കുന്നുണ്ട്. ആ ഒരു മലയുടെ മുകളിലോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. കുറച്ച് റോക്കി ഏരിയ ആണ് കേട്ടോ. ഇത് ഏരിയയിൽ മറ്റേ ബൗൾഡേഴ്സ് ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീംസ് എല്ലായിടത്തും ഉണ്ട്. ഇതേ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. ഇവിടുത്തെ മല നോക്കിക്കേ, ഭീകരം. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നടന്നു പോകുന്ന വഴിക്ക് ഫുള്ളൊരു ഗ്ലേഷ്യർ
ആ ഗ്ലേഷ്യറിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അതേ അവിടെ. അടിപൊളി. എന്നിട്ട് അതങ്ങനെ താഴോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ട്രക്ക് ദ ഹിമാലയസിൻ്റെ ക്യാമ്പ് സൈറ്റ് കണ്ടു കേട്ടോ. അല്ല കിട്ടില്ല ക്യാമ്പ് സൈറ്റ് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട. അപ്പോൾ നമ്മുടെ ഇതല്ല ആക്ച്വലി, നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം കേട്ടോ. അങ്ങ് ദൂരെ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ കാണാം. അങ്ങ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഹംദ പാസിൻ്റെ സൈഡൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഹംദ പാസിൻ്റെ ബേസ് ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നിന്നാണ് നാളെ നമ്മൾ ഹംദ പാസ് കയറുന്നത്. ഈ ഒരു സൈഡിൽ കുറേയധികം ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. മുകളിലും താഴെയൊക്കെ ആയിട്ട് കുറേയധികം ടെൻറ്റുകളുണ്ട്. അങ്ങ് മോളിൽ കാണുന്നതാണ് കേട്ടോ ഹംദ പാസ്. ഭയങ്കര ഒരു വാലിയിലാണ്. ഇനി കുറച്ച് പ്ലെയിൻ ഏരിയ ആണ്, പിന്നെ കുറച്ച് മുകളിലോട്ട് കയറണം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നീട് നാളെ നമ്മൾ ഹംദ പാസ് കയറാൻ പോണത്. ഇനിയും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനായിട്ട്. ഇതൊന്ന് ക്രേസ് ചെയ്ത് ഇങ്ങനെ പോകണം. ഈ ഒരു സൈഡിലൊക്കെ കുറേയധികം ഗ്ലേഷ്യേഴ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇതിനടിയിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. പുറമേ നമുക്ക് ആ ഗ്ലേഷ്യറിൻ്റെ കാണാൻ പറ്റത്തുള്ളൂ. സോ ഫൈനലി നമ്മളിത് ബാലുക്ക ഖേര എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പ് സൈറ്റിലെത്തിയിട്ടുണ്ട്. 12,200 മീറ്ററാണ്, 3,700 സംതിങ്. ഇത് ആക്ച്വലി ഇന്ത്യ ഹൈക്സിൻ്റെ ക്യാമ്പ് സൈറ്റാണ്. നമ്മൾ ആക്ച്വലി ആ ഒരു സൈഡിലാവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ കുറേയധികം ക്യാമ്പ് സൈറ്റൊക്കെ ഉണ്ട്. നാളെ നമ്മൾ കയറാൻ പോകുന്നത് ആ ഒരു പാസ്സാണ് കേട്ടോ. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഞാൻ ബാലുക്ക ഖേര ക്യാമ്പ് സൈറ്റിലെത്തി. ഞാൻ എൻ്റെ ടെൻറ്റിലാണുള്ളത്. ആക്ച്വലി എൻ്റെ കൂടെ വേറൊരുത്തനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ നേരെ ക്യാമ്പ് സൈറ്റിൽ വന്നിട്ട് ടെൻറ്റൊക്കെ സെറ്റാക്കി ഇതിനകത്ത് കയറി ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെയാണ് ആക്ച്വലി നമ്മുടെ സമ്മിറ്റ്. അപ്പോൾ എന്തായാലും ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് യാത്ര ചെയ്തിട്ടുള്ള യാത്ര നമ്മൾ മത്ലബ് കൽക്കി ജേസ. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. നാളെ രാവിലെയാണ് നമ്മുടെ സമ്മിറ്റ് ഡേ. അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ചന്ദ്രതാലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹംദ പാസിൻ്റെ ട്രക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഹംദ പാസിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ്.